പ്രേക്ഷകരോടെ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾ കൈയടിക്കുന്നത് കണ്ടപ്പോൾ ഇതൊക്കെ സംസാരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയും. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ഇതെന്നൊരു ഫീലിംഗ് ഉണ്ടോ? അതല്ല ചർച്ച ചെയ്തത്. അതെ 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 ശരിക്കും ഇങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയെന്നൊരു തോന്നൽ. അടിപൊളി അടിപൊളി പടം കേട്ടോ, സൂപ്പർ പടം. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഈ സിനിമ മാറും. നല്ല സിനിമയാണ് ഇത്. തികഞ്ഞ ഒരു പുരുഷ സിനിമ തന്നെയാണ്. കാരണം ഇത് സ്ത്രീകൾക്കെതിരല്ല, വ്യക്തമായ നിയമം പഠിച്ചിട്ടുള്ള സ്ത്രീകൾ ഇനി ഇതെന്താണെന്ന് മനസ്സിലാക്കണം. തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. എന്തും ആണുങ്ങൾക്കെതിരെ പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സിനിമയാണ് ഇത്. സ്ത്രീകളെല്ലാവരും കാണുകയും വേണം, അതുപോലെ പുരുഷന്മാരും കാണണം. ഈ സിനിമയെ മലയാളികളായിട്ടുള്ള എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇത് ശരിക്കും ഒരു വിവാദ സിനിമ തന്നെയാണ്. വ്യക്തമായി പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അനാവശ്യമായിട്ട് ആണുങ്ങൾക്കെതിരെ പുരുഷന്മാർക്കെതിരെ ചലിക്കുന്ന ഓരോ സ്ത്രീകളും കണ്ടിരിക്കേണ്ട സിനിമയാണ്. മൂട നിഗൂഢമായിട്ട് നടക്കുന്ന കുറേ സ്ത്രീകൾ കണ്ടിരിക്കേണ്ട അടിപൊളി ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ അടിപൊളി, BGM അടിപൊളി, റൈറ്റിംഗ് സൂപ്പർ, ഡയലോഗൊക്കെ അടിപൊളി, അഭിനയിച്ചിരിക്കുന്ന ജഗദീഷ്, ആസിഫ് അലി എല്ലാവരും നല്ല കിടിലായിട്ട് അടിപൊളി ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് ഇത് മാറും. ബമ്പർ ഹിറ്റാണ് സിനിമ. ഒരു പുരുഷപക്ഷ പടമാണെങ്കിലും സ്ത്രീകളും കാണണം. ബിക്കോസ് സ്ത്രീകൾ എങ്ങനെ ആകണ്ടെന്നല്ല, നമ്മൾ അങ്ങനെയൊക്കെ ആയി തീരുന്നതിന് മുന്നേ നമ്മൾ ഓപ്പണപ്പ് ആവണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. യെസ്, നല്ല മൂവിയാണ്. പിന്നെ ഇതിൽ ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്നെ പോലെയുള്ള കുറച്ച് പുതുമുഖങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് പേർക്ക് അവസരം നൽകിയൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാം നല്ലതായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഒരു ഇടിയും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു നല്ല ഫാമിലി. ഫാമിലിയായിട്ട് കാണാൻ വന്നിരിക്കണം. നല്ല പടം എങ്ങനെയുണ്ടായിരുന്നു ഞാനല്ലല്ലോ പറയേണ്ടത്, നിങ്ങളല്ലേ. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള നമ്മളുടെ എന്താ പറയുക, നമ്മളെ ഭാഗം ശരിക്കും കാണിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരും ഇരയാവുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ഫിലിമിലൂടെ പുറത്ത് കാണിക്കുമ്പോൾ സന്തോഷം. ഈക്വാലിറ്റി ആണല്ലോ നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും, നല്ല സ്ത്രീകളും നല്ല പുരുഷന്മാരും അതൊരു കാറ്റഗറിയാണ്. മോശം സ്ത്രീകളും മോശം പുരുഷന്മാരോടൊപ്പം ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ സിനിമ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മാക്സിമം നമുക്ക് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്പേസ് തരും. അപ്പോൾ അത് ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ലക്കായിരുന്നു. അത് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് പുള്ളി നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ആസിഫ് അലിയുടെ കരിയറിൽ നല്ലൊരു ബെസ്റ്റ് സിനിമ തന്നെയായിരിക്കും. കാരണം ഇത് ഈ കുടുംബ കോടതികളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ദമ്പതിമാർ ഈ സിനിമ ഒരു 2-2.5 മണിക്കൂറിൽ സ്പെൻഡ് ചെയ്ത് അത്രയ്ക്കും നല്ലതായിരിക്കും. കാരണം അത്രയ്ക്കും ഒരു നല്ലൊരു കഥ, നമുക്ക് അറിയാവുന്നതും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നതും ഉള്ള ഒരു കഥ. ഏതായാലും നല്ലൊരു സിനിമ, എല്ലാവർക്കും ധൈര്യപൂർവ്വം കാണാം. നല്ലൊരു വ്യത്യസ്ത ഒരു കഥ തന്നെയാണ്. കാരണം ദമ്പതിമാർ, അതായത് നമ്മുടെ ഈ കുടുംബ മലയാളികളുടെ പ്രത്യേകിച്ച്, മറ്റുള്ള ഇതല്ല, നമ്മുടെ മലയാളികൾ കുടുംബ കോടതികൾ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ വന്ന് ഒരു 2.5 മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്ത് അത്രയ്ക്കും നല്ലത്. കാരണം അത്രയ്ക്കും നല്ലൊരു കഥ. നിയമവശങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തെറ്റാരുടെ ഭാഗത്തു നിന്നുള്ള 2 ഇരുപക്ഷത്തു നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ ഇതിലൊരു സംഭവമുണ്ട്. ആയാലും ഇപ്പം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ, വ്യത്യസ്തമായിട്ടുള്ള കഥ. ആയാലും ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ധൈര്യപൂർവ്വം വന്ന് എല്ലാവർക്കും കാണാം. കല്യാണം കഴിക്കാൻ പോകുന്നവരും ഇത് വന്ന് കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്.